أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. ബഹുമാനികളായ പണ്ഡിതന്മാരെ, സാദാത്യങ്ങളെ, സ്നേഹ സുഹൃത്തുക്കളെ, ശർഹ് റാത്തീബുൽ ഹദ്ദാദിന്റെ 79ാമത്തെ ക്ലാസ് 18ാമത്തെ ഫായിദ ഫീ അഫ്ളലിയത്തി ദിക്രി അല ദുആഇ, പ്രാർത്ഥനയേക്കാൾ ശ്രേഷ്ഠമായ ദിക്റാണ് എന്ന വിഷയമാണ് ചർച്ച. അതിലൂടെ നമുക്കൊന്ന് സഞ്ചരിച്ച് നോക്കാം. ഈ വിഷയങ്ങളൊക്കെ പറയുമ്പോൾ ഏറ്റവും അഫ്ളലിയത എന്ന് പറഞ്ഞാൽ ഇത് മാത്രം എടുക്കുകയല്ല വേണ്ടത്, എല്ലാം അഫ്ളലിയത്ത് തന്നെയാണ്. ഒന്നൊന്നിനെ കൊണ്ട് പരീക്ഷിച്ചു നോക്കുമ്പോൾ, പരിഗണിക്കുമ്പോൾ അതൊക്കെ അഫ്ളലിയത്താവും. അപ്പോ ദിക്ർ എന്ന് പറയുന്നത് ഇപ്പോ പ്രാർത്ഥനയും അഫ്ളൽ തന്നെയാണ്, പക്ഷേ അതിനേക്കാളും അഫ്ളലിയത്തിൽ നിൽക്കുന്നതാണ് ദിക്ർ. പരിശോധിക്കാം ആരുടെ വഴികളെല്ലാം എങ്ങനെയൊക്കെ നമുക്ക് ആലോചിച്ച് നോക്കുക. അന്ന ദിക്ര അഫ്ളലു മിന ദുആഇ അലൽ അസ്ഹി ഇൻദ ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു, മഹാനവറുകളുടെ അടുക്കൽ അസ്വഹായ അഭിപ്രായ പ്രകാരം പ്രാർത്ഥനയേക്കാൾ അത്യുത്തമം ദിക്റാവുന്നു എന്നാണ്. ബഹുമാനപ്പെട്ടവര് അങ്ങനെ അങ്ങ് സ്വയം അഭിപ്രായം പറയുകയല്ലോ, തെളിവില്ലാതെ പറയുകയല്ല, തെളിവുണ്ട്. എന്താണ് മഹാൻ കൊടുക്കുന്ന തെളിവ്? ഹദീസി മൻ ശഅലഹു ദിക്രി അൻ മസ്അലതി അഅതൈതുഹു അഫ്ളല മാ ഉഅതിയ സായിലീൻ എന്നതാകുന്നു ദിക്ർ ഹദീസ്. ഈ ഹദീസിന്റെ സാരം നമുക്ക് ഇങ്ങനെ അങ്ങ് ഗ്രഹിക്കാം. ഒരടിമക്ക് എന്നോട് പ്രാർത്ഥിക്കാൻ സമയമില്ല. സമയം ഇല്ലാതെ ആയത് എന്തുകൊണ്ടാണ്? എന്നെ ഓർത്തുകൊണ്ടിരിക്കുക. എനിക്ക് ദിക്ർ ചൊല്ലി 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 എന്നോട് ചോദിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. ആ രൂപത്തിൽ ദിക്ർ മാത്രം അദ്ദേഹത്തെ ശുഗലാക്കി. അങ്ങനെ ദാക്കിറായിക്കൊണ്ടേയിരിക്കുന്നു. പ്രാർത്ഥിക്കാൻ കഴിയാത്ത വിധം ദാക്കിർ തന്നെയാണ്. അതിന് ശ്രദ്ധ വരുന്നില്ല. ഇങ്ങനത്തെ ഒരു ദിക്ർ ചൊല്ലുന്ന ആൾക്ക് ഞാൻ എന്താകും? ചോദിക്കുന്ന എന്നോട് അവർക്ക് ഞാൻ നൽകുന്നതിനേക്കാൾ അത്യുത്തമമായ ശ്രേഷ്ഠമായത് ഞാൻ നൽകും എന്ന് ഈ ഹദീസ്. അപ്പൊ ഈ ഹദീസിന് മനസ്സിലായത് എന്താണ്? പ്രാർത്ഥനയേക്കാൾ ദിക്റിനാണ് മഹത്വം എന്നല്ലേ ഈ ഹദീസ് തെളിവാക്കിക്കൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ടവർ അങ്ങനെ പറഞ്ഞത്. ഇത് നമ്മുടെ ഹബീബ് എന്നവര് ഷറഹിലൂടെ പറയുന്നു. ഇനി തുടരുന്നു. വഖാല ബഅദുൽ ഉലമാ, ചില പണ്ഡിതന്മാര് പറയുന്നു. അവരും മോശക്കാരൊന്നും അല്ലല്ലോ. എന്താ ചില പണ്ഡിതന്മാര് പറയുന്നത്? വറദമാ യഖ്തളി തഫ്ളീല ദിക്രി അല സ്വദഖത്തി ബിൽ മാൽ എന്ന, പ്രാർത്ഥനയേക്കാൾ ദിക്റാണ് മഹത്വം എന്ന് ഇബ്നു ഹജർ ഐതമി തങ്ങളുടെ അടുക്കൽ അസഹായത് തെളിവെടുക്കാൻ പറഞ്ഞെങ്കിൽ, മറ്റു ചില പണ്ഡിതന്മാര് പറയുന്നത് സമ്പത്ത് കൊണ്ട് ധർമ്മം ചെയ്യുന്നതിനേക്കാളും ശ്രേഷ്ഠത ദിക്റിനാകുന്നു. അങ്ങനെ അങ്ങ് വെറുതെ ഒരു പൊഴിവാക്ക് പറയുകയല്ല, മൊഴികയുമല്ല. അവർക്കും തെളിവുണ്ട്. അവർ പറഞ്ഞത് തന്നെ എന്താ? സമ്പത്ത് കൊണ്ട് ധർമ്മം ചെയ്യുന്നതിനേക്കാൾ ദിക്റിന് മഹത്വപ്പെടുത്തുന്നത് ഹദീസിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാ. സമ്പത്ത് കൊണ്ട് ധർമ്മം ചെയ്യുക എന്നുള്ളതും പുണ്യം തന്നെയാണ്. അതുകൊണ്ട് സമ്പത്ത് കൊണ്ട് ധർമ്മം ചെയ്ത് ഒഴിവാക്കുകയല്ല വേണ്ടത്, അതും ചെയ്യണം. അതിനേക്കാൾ പുണ്യമായതായ ദിക്റും നമ്മൾ കരഗതമാക്കാൻ നോക്കണം എന്നൊക്കെയാണ് നമുക്ക് ഇതിലുള്ള പ്രചോദനങ്ങൾ. ആവട്ടെ, ധർമ്മത്തിനേക്കാൾ ദിക്ർ മഹത്വമാണ് എന്നതിനെ അറിയിക്കുന്ന ഹദീസ് എന്ത്? ഒരു 3-4 അങ്ങ് വായിക്കാം. ഹദീസ് അഹ്മദ വത്തുർമദി റളിയല്ലാഹു അൻഹുമാ, ഈ 2 മഹാന്മാർ ഉദ്ധരിച്ച ഹദീസാണ്. ആ ഹദീസ് നമുക്ക് ഇങ്ങനെ വായിക്കാം. അലാ ഉനബ്ബിയുകും ബിഖൈരി അഅമാലികും വഅസ്കാഹാ ഇൻദ മലീകികും വഅർബഇഹാ ബി ദറജാതികും വഖൈരിൽ ലക്കും മിൻ ഇൻഫാഖിൽ ദഹബി വൽ വരഖി വഖൈരിൽ ലക്കും മിൻ അൻ തൽഖു അദുവകും ഫതദ്രിബു അനാഖഹും വയദ്രിബു അനാഖകും ഖാലു ബലാ യാ റസൂലല്ലാഹ് ഖാലു ദിക്റുല്ലാഹി അസ്സ വജല്ല എന്നാണ് ഈ ഹദീസ്. ഇനി അതിന്റെ അർത്ഥം ഗ്രഹിക്കുമ്പോൾ ഒന്നും കൂടി നമുക്ക് മനസ്സിലാകുമല്ലോ. എന്താ നബി പറഞ്ഞത്? അലാ ഉനബ്ബിഉകും ബിഖൈരി അഅമാലികും, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അമലുകളെ വെച്ച് ഏറ്റവും ഉന്നതമായ അമൽ കൊണ്ട് നിങ്ങൾക്ക് ഞാൻ വിവരം നൽകട്ടെയോ?
വഅസ്കാഹ ഇൻദ മലീകിക്കും, നിങ്ങൾ രാജാതിരാജനായ റബ്ബിന്റെ അടുക്കൽ ഏറ്റവും പരിശുദ്ധമായതാ. വഅർവൈഹ ഫീ ദറജാതിക്കും, നിങ്ങൾക്കുള്ള സ്റ്റാൻഡേർഡ് ഉയർത്തുന്നതിൽ വെച്ച് ഏറ്റവും ഉയർത്തുന്നതുമായ ഒരു അമലുണ്ട്. അത്തരം ഒരു അമല് കൊണ്ട് നിങ്ങളോട് ഞാൻ വിവരം പറയട്ടെയോ. വഖൈരിൻ ലക്കും മിൻ ഇൻഫാഖി ദഹബി വൽ വരഖി, സ്വർണം വെള്ളി ഇവ രണ്ടും ചെലവഴിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് ഉത്തമമായ ഒരു അമലുണ്ട്, ഞാൻ പറഞ്ഞു തരട്ടെയോ. തീർന്നില്ല, വീണ്ടും പറയുന്നു. വഖൈരിൻ ലക്കും മിൻ അൻ തൽഖു അദുവക്കും ഫതദ്രിബു അഅനാഖഹും വയദ്രിബു അഅനാഖകും, നിങ്ങൾ ശത്രുവിനെ കാണുന്നു, പരസ്പരം നിങ്ങൾ വെട്ടുന്നു, അവർ നിങ്ങളെയും അവരെ നിങ്ങളും പരസ്പരം അങ്ങോട്ട് വാളുകൊണ്ട് വെട്ടുകയും ചെയ്യുന്നു. ഇതിനേക്കാളും നിങ്ങൾക്ക് ഗുണകരമായതുകൊണ്ട് ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന്. ഇപ്പൊ എന്തെല്ലാം കാര്യ റസൂൽ അവിടെ പറഞ്ഞത്? നിങ്ങൾ ചെയ്യുന്ന ഏതെല്ലാം അമലുണ്ടോ അതിനേക്കാൾ ഉത്തമമായത് ഒന്നേ, രാജാതിരാജരായ റബ്ബിന്റെ അടുക്കൽ പരിശുദ്ധമാണ് ഏറ്റവും. നിങ്ങൾ സ്റ്റാൻഡേർഡ് ഏറ്റവും ഉയർത്തി തരുന്നു. അപ്പൊ പലതും നമ്മളെ സ്റ്റാൻഡേർഡ് ഉയർത്തുന്നു, അള്ളാന്റെ അടുക്കൽ പുണ്യമായി നിൽക്കുന്നു. നമ്മൾ ചെയ്യുന്ന അമലൊക്കെ പുണ്യങ്ങളാ, അതിനേക്കാൾ ഏറ്റവും പുണ്യമായത്. പിന്നെ സ്വർണം വെള്ളി അത് സാമ്പത്തികമായ ധർമ്മങ്ങളാണ്, അതും പുണ്യമുള്ളതാണ്, അതിനേക്കാൾ പുണ്യമുള്ളതാണ്. പിന്നെ ഇസ്ലാമിന് വേണ്ടി അടർക്കളത്തിലിറങ്ങി ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ശത്രുക്കളോട് പടപൊരുതി വിജയിക്കുക, ഷഹീദാവുക, അതും പുണ്യമാണ്. ഈ പുണ്യങ്ങൾക്കൊക്കെ കവച്ചു വെക്കുന്നൊരു പുണ്യം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരട്ടെയോ എന്ന് നമ്മുടെ നേതാക്കന്മാരായ സ്വഹാബത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ട് ഹബീബായ നബി തങ്ങളുടെ തിരുമൊഴി കൊണ്ടും മൊഴി ചെല്ലുമ്പോൾ സാഗൂതം അവരെല്ലാവരും അടങ്ങിയിരുന്നു കൊണ്ട്, വളരെയധികം ആഗ്രഹിച്ചുകൊണ്ട്, റസൂലുള്ള അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അതിലേക്ക് അടുപ്പിക്കുന്നു മാനസികമായി. അങ്ങനെ വളരെ ആർത്തിയോടുകൂടി ഖാലു ബലാ യാ റസൂലല്ലാഹ്, അങ്ങനെ അവർ പറഞ്ഞു ഒന്നടങ്കം, അതേ നബി പറയൂ. നോക്കൂ, നിങ്ങൾ അവരുടെ ആഗ്രഹം, ആ പുണ്യം കൊഴിയാനുള്ള ആഗ്രഹം. എന്നിട്ട് ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു, ഉദ്കുറുല്ലാഹ അസ്സ വജല്ല, നിങ്ങൾ അല്ലാഹനെ ഓർത്തോളീന്ന്. കണ്ടോ, ഇത്രയൊക്കെ പറഞ്ഞിട്ട് വേക്കിൽ പറയാൻ പോകുന്ന ചെറിയൊരു കാര്യമാണ്. അതാദ്യം പറഞ്ഞില്ല, ശേഷം പറയാൻ പോകുന്ന കാര്യം കുറച്ച് മഹത്വരമാണ്, അത് കുറച്ച് അറിയേണ്ടതാണ്, അതിലേക്ക് ആശ കൊടുത്തുകൊണ്ടാണ് എന്ത് ചെയ്തു റസൂൽ ആദ്യം പറഞ്ഞത്. അങ്ങനെ പറഞ്ഞിട്ട് പിന്നെ കാര്യം പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവും. ഒറ്റടിക്ക് ദിക്ർ ചൊല്ലിക്കോളിന്നാർ ആരും മെയിൻ ചെയ്യൂല. അപ്പൊ അള്ളാഹുവിന്റെ ഹബീബ നബിയുടെ ശൈലി നോക്കൂ. ഇതൊക്കെ അറബി കിതാബുൽ മആനിയൊക്കെ പഠിച്ചവർക്ക് തിരിയും. മആനിയൊക്കെ ഉണ്ടല്ലോ, ആ മആനിയുടെ സ്വഭാവമാണിത്. അത് അറബി സാഹിത്യ അലങ്കാരമാണത്. അങ്ങനെ ആയിരിക്കണം. അങ്ങനെ റസൂൽ പറഞ്ഞത് ദിക്ർ ചെല്ലുക കേട്ടോ. എന്തെല്ലാം അമലിതിലുണ്ട്, അതിനേക്കാൾ പുണ്യമായ അമലാണ് ദിക്ർ. അപ്പൊ നമ്മൾ ആരും ദാക്കിറാവാതിരിക്കരുതേ, ദാക്കിറാവണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനിയും നമുക്ക് കാണാം രണ്ടാമത്തൊരു ഹദീസ് വായിക്കും. ഹദീസ് അഹ്മദ് തുർമദി അയ്ളൻ, മുമ്പ് പറഞ്ഞ ഹദീസ് അവർ രണ്ടുപേരും തന്നെ റിപ്പോർട്ട് ചെയ്ത്, അതുപോലെ ഈ ശേഷം പറയാൻ പോകുന്ന ഹദീസും അഹ്മദ് തുർമദി റളിയല്ലാഹു അൻഹുമാ റിപ്പോർട്ട് ചെയ്തതുപോലെ. എന്താണ് ആ ഹദീസ്? അയ്യുൽ ഇബാദി അഫ്ളലു ഇൻദല്ലാഹി യൗമൽ ഖിയാമത്തി ഖാല الذاكرون الله كثيرا قلت يا رسول الله ومن الغازي في سبيل الله قال له ضرب بسيفه بالكفار والمشركين حتى ينكسر ويغتضب دما لكان الذاكرون الله أفضل منه درجة. ഇതാണ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു കൊടുത്തത്. എന്താണ്? നബിനോട് ഒരു സ്വഹാബി ചോദിക്കുകയാണ്, അയ്യുൽ ഇബാദി അഫ്ളലു ഇൻദല്ലാഹി യൗമൽ ഖിയാമ. ഹബീബായ നബി, അന്ത്യദിനം വല്ലാതെ ഗൗരവമല്ലേ അന്ത്യദിനം. ആ അന്ത്യദിനത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും നല്ല ഉത്തമനായ ആബിദ് ആരാണ് നബിയെ? അടിയം. ഏത് അടിയനാണ് ഏറ്റവും ഉത്തമമായത്? പലവരും അവിടെ വരുമല്ലോ. എങ്കിൽ ഹബീബായ നബി തങ്ങൾ കൊടുത്ത മറുപടി എന്താ? അള്ളാഹു തആലാക്ക് അധികമായി ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആളാണ് അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും ഉന്നതനായ അടിമ എന്നാണ്. അപ്പൊ സ്വഹാബിക്ക് സംശയം വന്നു. ഖുൽതു, സ്വഹാബി പറയുന്നു, ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഹബീബായ നബിയെ, ഓ മിനൽ ഗാസി ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന യോദ്ധാവിനേക്കാളും ആണോ? അത് വരുമല്ലോ സ്വാഭാവികമായിട്ടും. സ്വഹാബാക്കൾ മനസ്സിലാക്കി വെച്ചു നോക്കൂ. വാളെടുത്ത് സമ്പത്തെടുത്തുകൊണ്ട് എല്ലാവരുടെയും യാത്ര പറഞ്ഞ് ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് വേണ്ടി രക്തം ചിന്തണം.
അതാ ഏറ്റവും പുണ്യമായ അമൽ തന്നെയാ. അതിനേക്കാളും വലിയൊരു അമലാണോ നബിയെ ദിക്ർ ചെല്ലുക എന്നുള്ളതാണ് സ്വഹാബിക്ക് വന്ന സംശയം. സ്വാഭാവികമായിട്ടും വരുന്നതുമാണ്, തീർക്കേണ്ടതുമാണ്. അപ്പോൾ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു കൊടുത്തു, ലോ വറബ ബിസൈഫിഹി ഫിൽ കുഫാരി വൽ മുശ്രിക്കീന ഹത്താ യൻകസിറ വയഖ്തളിബ ദമൻ ലകാന ദാകിറൂനല്ലാഹ അഫ്ളല മിൻഹു ദറജാന. ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അടൽക്കരത്തിലിറങ്ങി ശത്രുക്കളായ സത്യനിഷേധികളും ബൗദ്ധൈവാരാധകരും അവരിലായിക്കൊണ്ട് തന്റെ വാളെടുത്തുകൊണ്ട് ആ യോദ്ധാവത വെട്ടുകയാണ്. എത്രത്തോളം വെട്ടിയെന്ന് ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ വെട്ടുകൊണ്ട് വാൾ പൊട്ടിപ്പോയി. മാത്രമല്ല രക്തം കൊണ്ട് ചെഞ്ചായം അണിയിച്ചു വെറും രക്തവർണമായി മാറി. എന്നാൽ പോലും അത്രത്തോളം കഠിനമായി പ്രയത്നിച്ചാൽ പോലും അതിന് ശ്രേഷ്ഠതയില്ലെന്നല്ല വിധങ്ങൾ പറയും. അതിനേക്കാൾ പുണ്യമായി നിൽക്കുന്നില്ല. അല്ലാഹു തആലാക്ക് ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന അയാളാണ് ഇദ്ദേഹത്തെക്കാൾ പദവി മുന്തിയാൾ എന്ന് റസൂലുള്ളാഹി പറയുന്നു. നോക്കൂ മുഅ്മിനീകളെ, എത്രത്തോളം പ്രാധാന്യം, എത്ര പുണ്യമാ. നമ്മളിതാരൊന്നും ശ്രദ്ധിക്കുന്നു. നമുക്ക് എപ്പോഴും ദിക്ർ ഉണ്ടല്ലോ, ദിക്റില്ലാത്തൊരു അവസരമില്ല. പക്ഷെ മറന്നു പോവുകയാണ്. മറക്കാതെ ഓർമ്മിക്കണം. ഈ പുണ്യങ്ങളൊക്കെ നേടണം നിയ്യത്തോടുകൂടി. അപ്പൊ 2 ഹദീസ് നമ്മൾ കേട്ടല്ലോ. എങ്കിൽ മൂന്നാമത്തൊരു ഹദീസ് നമുക്ക് വായിക്കാം. ആ ഹദീസ് ആരാ റിപ്പോർട്ട് ചെയ്ത്? ത്വബറാനി റളിയല്ലാഹു അൻഹു ആണ്. എന്താ മൂന്നാമത്തെ ഹദീസിൽ നമുക്ക് പ്രത്യേകതമായി കിട്ടാൻ ഉണ്ടല്ലോ. ലൗ അന്ന റജുലൻ ഫീ ഹിജ്രിഹി ദറാഹിമു യുഖസ്സിബുഹാ വആഖറ യദ്കുറുല്ലാഹ ലകാന ദാകിറുല്ലാഹ അഫ്ളല. അതാണ് എന്ത് പറഞ്ഞത്. ഇവിടെ ഇപ്പൊ നമ്മുടെ വിഷയം എന്താന്ന് ചോദിച്ചാൽ, സമ്പത്ത് കൊടുത്ത് ധർമ്മം ചെയ്യുന്നതിനേക്കാളും പുണ്യം ദിക്റാണെന്ന് വിശദീകരിക്കുകയാണ്. അതിനു വേണ്ടുന്ന തെളിവാണ് ഈ നിരത്തുന്നത് എല്ലാം. തുബറാർ റിപ്പോർട്ട് ചെയ്ത ഹദീസിലൂടെ പറയുന്നത് എന്താ? ഒരാൾ തന്റെ വീട്ടിൽ ഒരുപാട് സ്വർണ്ണ നാണയങ്ങൾ, വെള്ളി നാണയങ്ങളുണ്ട്. ആ വെള്ളി നാണയങ്ങൾ മുഴുവനും അങ്ങനെ ഓഹരി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പാവങ്ങൾക്ക്. അയാളെ പണി അതാ. മറ്റാളെ പണി എന്താ? അല്ലാഹു തആലാക്ക് ദിക്ർ ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നു. ആവട്ടെ സമ്പത്തില്ലാത്ത ആള് ദിക്ർ അങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു, സമ്പന്നൻ സമ്പത്ത് അങ്ങനെ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇവ രണ്ടുപേരിലും അത്യുത്തമനും ഉന്നതനും ആരാകുന്നു? ലകാന ദാകിറുല്ലാഹ അഫ്ളല. അല്ലാഹു തആലാക്ക് ദിക്ർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നവനാണ് ഉന്നതൻ. ഉണ്ടോ? അപ്പൊ ധർമ്മം സമ്പത്ത് കൊണ്ട് ധർമ്മം ചെയ്യുന്നതിനേക്കാളും കൂലി ദിക്ർ ചൊല്ലുന്നതിനാകുന്നു. അതുകൊണ്ട് സമ്പത്ത് ധർമ്മം ചെയ്യണ്ടെന്ന് മനസ്സിലാക്കരുതേ. ഇപ്പത്തെ ലോകം അങ്ങനെയാണ്. വൈരുദ്ധ്യങ്ങൾ മനസ്സിലാക്കി എവിടെങ്കിലും സോട്ട് കിട്ടിയാൽ ചാടാനും സോർട്ടാക്കി പഠിക്കാനാ നിൽക്കുക. അങ്ങനെയല്ല. ഇതൊക്കെ മനസ്സിലാക്കുന്നതോടൊപ്പം കഴിവുള്ളവർ ഇതൊക്കെ ചെയ്യുന്നതോടൊപ്പം ഇതും ചെയ്യണം എന്നതിനർത്ഥം. അതാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത്. അതേ സമയത്ത് ഒരാൾക്ക് മുതലില്ല, പാവമാണ്, ധർമ്മം ചെയ്യാൻ കഴിയുന്നില്ല, അയാൾ ദുഃഖിക്കണ്ട. അയാൾക്ക് സമ്പത്തില്ലാത്തോണ്ടല്ലേ ദിക്റിലിക്കോട്ടെ. ഇനി 4-മത്തൊരു ഹദീസ് നമുക്ക് നോക്കാം. ഹദീസ് മൻ കബ്ബറ മിഅത മറ വസബ്ബഹ മിഅതൻ വഹല്ലല മിഅതൻ കാനത് ലഹു ഖൈറൻ മിൻ നശ്രി ഖാബിൻ യഅതിഖുഹാ വമിൻ സബ്ഇ ബദനാതിൻ യൻഹറുഹാ. എന്താ പറഞ്ഞത്? ഈ ഹദീസിൽ പഠിപ്പിച്ചത് മൻ കബ്ബറ മിഅത മറ, 100 വട്ടം അല്ലാഹു അക്ബർ എന്നൊരാൾ ചൊല്ലിയാൽ, വസബ്ബഹ മിഅതൻ സുബ്ഹാനല്ലാഹ് 100 വട്ടം പറഞ്ഞാൽ, വഹല്ലല മിഅതൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് 100 വട്ടം പറഞ്ഞാൽ, ഇങ്ങനെ 100 പ്രാവശ്യം ഇത് ചൊല്ലിയാൽ, കാനത് ലഹു ഖൈറൻ മിൻ നശ്രി റിഖാബിൻ യഅതിഖുഹാ വമിൻ സബ്ഇ ബദനാതിൻ യൻഹറുഹാ. അല്ലാഹുവിന്റെ മാർഗത്തിലായിക്കൊണ്ട് 7 ഒട്ടകത്തെ ഒരാൾ അറുക്കുകയും ചെയ്ത് ധർമ്മം ചെയ്താൽ അതിനേക്കാളും, അതുപോലെ തന്നെ 10 അടിമയെ വാങ്ങിയിട്ട് അടിമത്വത്തിന്ന് മോചിപ്പിച്ചു, ഈ 10 അടിമയെ സ്വതന്ത്രനാക്കി വിടുന്നതിനേക്കാളും, അതോടൊപ്പം തന്നെ 7 ഒട്ടകത്തെ അറുത്ത് മാംസം വിതരണം ചെയ്യുന്നതിനേക്കാളും പുണ്യം 100 പ്രാവശ്യം അല്ലാഹു അക്ബർ, 100 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 100 പ്രാവശ്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ കാണ് എന്ന് ഹബീബുന മുഹമ്മദ് മുസ്തഫ ലോകത്തോട് പറയുന്നു. അതാണ് ഈ ഹദീസിലുള്ളത്. അപ്പൊ ഇതൊക്കെ പുണ്യമാണ്. അതിലേറെ പുണ്യം ഇതാകുന്നു. ഇതിലൊക്കെ ദിക്റുണ്ടല്ലോ. എന്തൊരു അമല് ചെയ്യുമ്പോ അള്ളാനെ ഓർക്കാതെ എന്തൊരു അമലാ ഉള്ളത്? അപ്പൊ ആ ദിക്ർ നമ്മൾ മനസ്സിലാക്കാവട്ടെ. ഇത്രയും ഹദീസ് കൊടുക്കുമ്പോൾ ഇനി നമുക്ക് എന്ത് മനസ്സിലാക്കാം?
ബഅ്ദുൽ ഉലമ ആണ് ഇത് തെളിവായി ഉദ്ധരിച്ചു കൊണ്ടുവന്നത് എന്ന് ഹബീബ് എന്നവർ നമ്മുടെ സറയിലൂടെ വിശദീകരിക്കുന്നു. എന്നിട്ട് മഹാൻ പറയുകയാണ്, വഅഖദ ബിഖളിയത്തി ഹാദിഹിൽ അഹാദീസ് ജമാഅത്തുൻ മിന സ്വഹാബത്തി വത്താബിഈൻ. ബഅ്ദുൽ ഉലമ പറയുന്നു, സ്വഹാബാക്കളിൽ നിന്നൊരു സംഘവും സ്വഹാബാക്കളെ പിൻപറ്റി ജീവിക്കുന്ന താബിഈകൾ അവരിൽ നിന്നും ഒരു സംഘവും ഇത്തരം ഹദീസുകൾ കൊണ്ടുവന്നുകൊണ്ട് ഇതിന്റെ തേട്ടം മനസ്സിലാക്കിയിട്ട് ഫഖാലു അവർ പറഞ്ഞു, ഇന്ന ദിക്റ അഫ്ളലു മിന സ്വദഖതി ബിഅദദിഹി ബിൽ മാൽ. ദിക്ർ അതിന്റെ എണ്ണം കണ്ട് സമ്പത്ത് എടുത്തുകൊണ്ട് ധർമ്മം ചെയ്യുന്നു വെക്കുക. എന്നാൽ ആ ദിക്റിന്റെ പോസ്റ്റിലേക്ക് ഈ ധർമ്മം എത്തുകയില്ല. ഈ ധർമ്മത്തിനേക്കാൾ പുണ്യം ദിക്റാകുന്നു എന്ന ഹദീസ് കൊണ്ട് മനസ്സിലാകുന്നത്. സ്വഹാബാക്കൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, താബികളുടെ പ്രമുഖന്മാരും അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും നമ്മളൊന്ന് പറയട്ടെ, പറയുന്നു പോയി തീരുന്നില്ല, തെളിവായിട്ട് വരികയാണ്. എന്താ പറയുന്നത്? ഹദീസു അഹ്മദ് വന്നസായി റളിയല്ലാഹു അൻഹുമാ, ഈ രണ്ട് മഹാന്മാരായ മുഹദ്ദിസുകൾ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. എന്താണ് ഹദീസ് എന്നറിയാമോ? അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, ഹബീബായ നബി തങ്ങൾ അതാ പറയുന്നു, ഉമ്മി ഹാനിഇൻ, ഉമ്മു ഹാനി റളിയല്ലാഹു തആല അന്നയോടാണ് പറയുന്നത്. വളരെ അർത്ഥവത്തായ വാക്കാണ്, മനസ്സിലാക്കേണ്ടത് തന്നെയാണ്, അത് തെളിവ് തന്നെയാണ്. സബ്ബിഹില്ല, ഉമ്മുഹാനിയെ നീ അള്ളാഹ് തസ്ബീഹ് ചൊല്ലിക്കോ, മിഅത തസ്ബീഹത്തിൻ, 100 തസ്ബീഹ് ചൊല്ലിക്കോ. എന്താ കാരണം? ഇന്നഹാ തഅദിലു മിഅത റഖബത്തിൻ മിൻ വലദി ഇസ്മായിൽ. ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ സന്താന പരമ്പരയിൽ കൂടെ വന്നതായ 100 അടിമ. ഉന്നതനാണ്, പ്രവാചകനാണ്, ഉന്നത കുലകുടുംബമാണ്, അതിലുള്ളതായിരിക്കും 100 അടിമ. ആ 100 അടിമക്ക് സമാനമായി നിൽക്കുന്നതാണ് സുബ്ഹാനല്ലാഹ് എന്ന 100 തസ്ബീഹ്, വഹമദില്ലാഹി മിഅത തഹ്മീദ, 100 അൽഹംദുലില്ലാ പറഞ്ഞ പെണ്ണേ. കാരണം ഫഇന്നഹാ തഅദിലു മിഅത ഫറസിൻ മുൽജമതൻ മുസറജതൻ തഹ്മിലീന അലൈഹാ ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗത്തിലായിക്കൊണ്ട് 100 നല്ല മുന്തിയ കുതിരകള്, കാണാൻ ചൊറുക്കുള്ള കുതിരകളാണ്, ജീനിയുണ്ട്. അതുപോലെ തന്നെ കടിഞ്ഞാണൊക്കെ നല്ല ലെവലുള്ള മുന്തിയ കുതിരകൾ. അതിനെ നീ ചുമന്നുകൊണ്ട് അള്ളാന്റെ വഴിയിലൂടെ യാത്ര ചെയ്യുകയാണ് എങ്കിൽ, അതിനുവേണ്ടി അള്ളാന്റെ വഴിയിലേക്ക് നീ വിട്ടയക്കുകയാണ് എങ്കിൽ, ആ 100 കുതിരനോട് സമാനമായി നിൽക്കുന്നതാണ് അൽഹംദുലില്ലാ എന്ന 100 ദിക്റ്. വകബ്ബിരില്ലാഹി മിഅത തക്ബീറ, അല്ലാഹു അക്ബർ എന്ന് 100 വട്ടം പറഞ്ഞ പെണ്ണേ. കാരണം എന്താ? ഫഇന്നഹാ തഅദിലു മിഅത ബദനത്തിൻ മുഖല്ലദതൻ മുതഖബ്ബല, മുന്തിയതായിരിക്കുന്ന ഒട്ടകമാണ്, ആ ഒട്ടകത്തിന് അടയാളം വെച്ചു. അങ്ങനെ പുണ്യമായിരിക്കുന്ന അള്ളാന്റെ മാർഗത്തിലാക്കിയിട്ട് 100 ഒട്ടകമുണ്ട്, അതിനടയാളമായി കഴുത്തിൽ മാല കെട്ടിയിട്ടു. ഇങ്ങനെയുള്ളതായിരിക്കും 100 ഒട്ടകത്തിനോട് സമാനമായി നിൽക്കുന്ന ഒന്നാണ് 100 തക്ബീർ. വഹല്ലിലില്ലാഹി മിഅത തഹ്ലീല, 100 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കോ മുആനിയെ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്നിട്ട് റാവി പറയുന്നു, വലാ ഹിസ്ബുഹു, നബി തങ്ങളെ കൊണ്ട് ഞാൻ വിചാരിച്ചിട്ടില്ല, ഇല്ലാ ഖാല വഇന്നാ തംലു മാ ബൈന സമാഇ വൽ അർള് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് 100 വട്ടം ചൊല്ലിയാൽ അതിന്റെ മഹത്വം നബി തങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. റാവിക്ക് സംശയം വന്നവിടെ. എങ്കിലും ഇത് കേട്ട് ഞാൻ ഇങ്ങനെയാണെന്ന് വിചാരിച്ചുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞതായി മഹാൻ പറയുന്നു. ആകാശഭൂമികൾക്കിടയിൽ എത്രമാത്രം പ്രവിശാലമായി നിൽക്കുന്നുണ്ടോ അതാകെ നിറഞ്ഞു നിൽക്കുന്നു 100 ലാ ഇലാഹ ഇല്ലല്ലാഹ്. വലാ യുർഫഉ ലിഅഹദിൻ യൗമഇദിൻ മിസ്ലു അമലിക ഇല്ലാ അൻ യഅതിയ ബിമിസ്ലി മാ തൈതി. അതുകൊണ്ട് അന്ത്യദിനത്തിൽ പെണ്ണെ, നിന്റെ അമല് പോലെ ഒരാൾക്കും ഒരു അമൽ ഉയർത്തപ്പെടുന്നില്ല. നിന്റെ അമലാണ് മുൻപന്തിയിൽ നിൽക്കുന്നത്. പക്ഷേ അവിടെ നിന്ന് മനസ്സിലാക്കാനാണ്, നീ കൊണ്ടുവന്നത് പോലെ ആരെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവരും കൂടെ നിൽക്കുണ്ടാകും. ആരും കൊണ്ടുവന്നില്ലെങ്കിലോ നിന്റെ അമൽ ഉയരും. നീ കൊണ്ടുവന്നതുപോലെ ആരെങ്കിലും കൊണ്ടുവന്നാൽ ഓർക്കും ഉയരും. ഇങ്ങനെ ഉണ്ടോ? അപ്പൊ 100 അല്ലാഹു അക്ബർ, 100 സുബ്ഹാനല്ലാഹ്, 100 ലാ ഇലാഹ ഇല്ലല്ലാഹ്, 100 അൽഹംദുലില്ലാഹ്. എത്ര മഹത്വം! ഇവിടൊക്കെ സാമ്പത്തികമായി പറഞ്ഞല്ലോ. ഈ സമ്പത്തിനേക്കാളൊക്കെ പ്രധാനമായി അത്യുന്നത പദവിയിലെത്തി നിൽക്കുന്ന ദിക്റാകുന്നു അൽഹംദുലില്ലാഹ്. ഈ സമൂഹത്തിന്റെ ഭാഗ്യം എത്രയാ! അപ്പൊ അതുകൊണ്ട് മോമിനികളെ, ഉസ്താദുമാരെ, സഹപാഠികളെ, നമുക്ക് തക്ബീറുകളും
ഹംദുകളും ദിക്റുകളൊക്കെ കൊണ്ട് നമ്മുടെ നാവുകളെ മധുരമാക്കാം, നമ്മുടെ കൽബിനെ പ്രകാശിപ്പിക്കാം, നമ്മുടെ ശരീരങ്ങൾക്ക് പോഷകങ്ങൾ നൽകാം, പൈശാചികമായിരിക്കുന്ന എല്ലാ ശരീരം തൊട്ട് നമുക്ക് മുക്തമാവാം. കൂടെ ആഖിറത്തിൽ എത്രയോ കണക്കാക്കാൻ കഴിയാത്ത കൂലിയും വർദ്ധിപ്പിക്കും. നിയത്തോടുകൂടെ ആത്മാർത്ഥമായി നമുക്ക് ചെല്ലാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ബാക്കി ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് തിങ്കളാഴ്ച സന്ധിക്കാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഇതെല്ലാം നമ്മിൽ അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.